ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ചക്കയുടെ ഉണ്ടാക്കിയാലോ. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. ചക്കയുടെ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് ആരോടും പറയണ്ടല്ലോ അല്ലേ. ഞാനിവിടെ നല്ല പഴുത്ത മധുരമുള്ള ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ. ആ സമയം നമുക്ക് ഒരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത ചക്കയുടെ മിക്സ് ഒന്ന് നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തൊന്ന് വരട്ടിയെടുക്കാവേ. ഇനി കുറച്ച് സമയം നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് കൈ വിട്ടുപോകല്ലേ. കൈ വിട്ടുപോയാൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചക്ക പാനിൽ നിന്ന് വിട്ടു വരുന്നത് ഈ പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഞാനിവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ശർക്കര പാനി ഒന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ശർക്കരപ്പാനി എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ശർക്കരയിൽ ആവശ്യമില്ലാത്ത കല്ലും പൊട്ടുമൊക്കെ കാണും കേട്ടോ. അതൊന്നും നമ്മുടെ വയറ്റിൽ പോവാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ആ ശർക്കരപ്പാനി ആ ചക്കയിലേക്ക് കയറി പിടിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ശർക്കരയും ചക്കയും എല്ലാം കൂടെ യോജിച്ചിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാവേ. ഇനി നമുക്ക് ഈ സമയം ഇതിലേക്ക് ചെറിയ ജീരകവും ഏലക്കയും കൂടെ ഒന്ന് ചതച്ചത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഗുണവും നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ ഈ സമയത്തേക്ക്. ഇനി നമുക്ക് അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. നമ്മൾ മുതിർന്ന ആളുകൾക്കും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയല്ല ഈ ചക്കയുടെ. എത്ര കഴിച്ചാലും മതിയാവുകയില്ല. ഇനി നമുക്ക് ഈ സമയത്തിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടിയാട്ടോ എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് 1 കപ്പ് മുഴുവനായിട്ടും ചിലപ്പോൾ ഇതിലേക്ക് വേണ്ടി വരത്തില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യമേ മുഴുവൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് പിന്നീട് അതൊന്ന് എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ബാക്കി വെച്ചിരിക്കുന്നതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. എനിക്കിപ്പോൾ 1 കപ്പ് അരിപ്പൊടിയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സമയം അരിപ്പൊടി വേണ്ട, ഗോതമ്പ് പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചിലർക്കൊക്കെ റവ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കാൻ ഇഷ്ടം കാണുമല്ലോ. റവ ഇട്ടാണേലും അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. റവ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഗോതമ്പ് പൊടി ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നേരത്തെ പോലെ തന്നെ ഈ ചക്ക ഈ അട ഉണ്ടാക്കുന്ന മിക്സ് നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരും. ഇതേമാതിരി അങ്ങനെ വിട്ട് വരുന്ന സമയത്തിന് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാവേ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇനി ഇടനയിലയോ വാഴയിലയോ വട്ടയിലയോ എന്തെങ്കിലും ഒരു ഇല എടുത്തിട്ട് നമുക്ക് കുറച്ച് അതിലേക്ക് നെയ്മയമോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇലയൊന്ന് മടക്കി കൊടുക്കാവേ. ഇപ്പം എൻ്റെ കയ്യിൽ ഇടനയില ഇല്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാനിപ്പം വട്ടയില എടുത്തത്. ഇനിയിപ്പം ഇടനയില ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് തന്നെ. അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് എത്ര വേറെ ഏതൊക്കെ ഇല ഉപയോഗിച്ചാലും കിട്ടത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുവാണെങ്കിൽ നമുക്കിപ്പം എങ്ങനെ ഏതെങ്കിലും വാഴയിലയോ ഇതുപോലെ വട്ടയിലോ ഒക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരെണ്ണം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ഒരെണ്ണം ഇതുപോലെ ചുമ്മാ വാഴയിലും കൂടെ ഒന്ന് വെറുതെ ഒന്ന് പരത്തി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവേ അതൊക്കെ. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചതിന് ശേഷം വെള്ളമൊന്ന് ചൂടായി വരുന്ന സമയത്തിന് ഇതുപോലെ ഓരോന്നും വെച്ച് കൊടുത്ത് ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് നമുക്ക് അടുക്കി വെക്കാവേ. വീഡിയോ കാണുന്ന കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുവാണേ. നമ്മുടെ ഇലയുടെ എല്ലാം ചക്കയുടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം, ഒന്ന് ചൂടാറാനായിട്ട്. ഞാനിത് നടത്തി കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടെ ആട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല മധുരവുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.